ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിങ്കിൾ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കർമൂസക്കറി എങ്ങനെ എളുപ്പത്തിലുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാഗ് ചെയ്യുന്നില്ല, എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കർമൂസ ചെത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ കൂടെ 2 തക്കാളി ഉണ്ട്, പിന്നെ കുറച്ച് പച്ചമുളകുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കല്ലേ, അപ്പോൾ കുറച്ച് മുളകുണ്ടായാൽ കുറച്ച് എരിവുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ കർമൂസ അരിഞ്ഞ് വെച്ച കർമൂസയും തക്കാളി പച്ചമുളകും ചട്ടിയിലേക്ക് ഇടാൻ പോകട്ടോ. അപ്പോൾ ഓരോന്നായി ചട്ടിയിലേക്ക് ഇടാൻ നോക്കാം. ഈ മഞ്ഞളും ഉപ്പും കൂടെ നമുക്ക് വെള്ളത്തിൽ കലർത്തിയിട്ട് ഇതിൻ്റെ വെള്ളങ്ങളൊക്കെ ഒന്ന് ഇതിലേക്ക് കൂടിച്ചേരാൻ വേണ്ടിയിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കറിക്കുള്ള കൂട്ട്. നമുക്ക് അടുപ്പത്ത് വെക്കാം, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് വന്ന് വേവട്ടെ കുറച്ച് സമയം. അപ്പോഴത്തേക്ക് നമുക്ക് കറിക്കുള്ള തേങ്ങ ഒന്ന് ചിരവി എടുക്കാം കേട്ടോ. നമുക്ക് എത്ര എളുപ്പത്തിലാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരക്കാൻ പോവാം. അപ്പോൾ ഇതിൽ ഒത്തിരി നല്ല ജീരകം ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി 3 ചീരുള്ളി ഇട്ടപ്പോൾ അതിലിടാൻ പോകണം. അപ്പോൾ ഒന്ന് കുറച്ച് അരച്ചിട്ട് അത് അതിലിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കർമൂസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരിയും കൂടി വേഗമുണ്ട്, അതും കൂടി വെന്താൽ നമുക്ക് അരപ്പതിലേക്ക്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കർമൂസൻ്റെ കറിയിലെങ്ങാനും കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിലടിച്ച് ചെയ്തോട്ടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ കർമൂസ വെന്തതിന് കേട്ടോ. നമുക്ക് അരപ്പ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
മൂസക്കറി തിളച്ച് വരുന്ന നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കറി തിളച്ച് റെഡിയായി വാങ്ങി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ.